സാർ. ആദർശ്, നമുക്ക് സംസാരിക്കാം. തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ ശരി. ഫൈസ. സർ, വളരെ നന്നായിരുന്നു. താങ്ക് യു ഫൈസ. ചരിത്രത്തിലെ ചില സത്യങ്ങളൊക്കെ കൺമുമ്പിൽ കണ്ട പോലെ തോന്നി. ചിലർക്കിത് സത്യങ്ങൾ, മറ്റു ചിലർക്കിത് അപ്രിയ സത്യങ്ങൾ. നമസ്തേ സർജി. സർ, പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ അവർക്ക് ഇങ്ങനെ അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർക്കെന്നും താല്പര്യം സമ്പത്തിനോടും അധികാരത്തിനോടുമായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങളോടായിരുന്നില്ല ആഭിമുഖ്യം. അവർക്ക് നല്ല സമ്പത്തുള്ള ഹിന്ദുക്കളോടായിരുന്നു അടുപ്പം. തിരിച്ച് ഹിന്ദു രാജാക്കന്മാരുടെ കാര്യവും അതുപോലെ തന്നെ. വാവ്, ഇതൊന്നും ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചരിത്രം. വളച്ചൊടിച്ച സത്യങ്ങൾ കൊണ്ട് ചിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ശരിയാണ്. സാർ, സോറി, ഞാൻ കുറച്ച് ബിസി ആയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തായി മറ്റേ റോഹൻ ഇഷ്യൂവിൽ നിങ്ങളുടെ യുണൈറ്റഡ് സ്റ്റുഡൻസ് മൂവ്മെന്റ്? സാർ, ഈ ആന്റി ഫാസിസ്റ്റ് സംഘടനകളെല്ലാം ഒന്നിച്ചപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഗുഡ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ തന്നെ തീരുമാനം. വെരി ഗുഡ്. ആൻഡ് ദ ടൈം ഡിമാൻഡ് ഇറ്റ്, അല്ലേ? ഫൈസയെ നിങ്ങളുടെ ഗാംഗിൽ ചേർത്തോ? എപ്പോഴേ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു NSOക്കാരുടെ മാത്രമേ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ആയി. ഞങ്ങളിപ്പോൾ തന്നെ ചെറിയൊരു യുണൈറ്റഡ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ്. വെരി ഗുഡ്. അല്ല, ഇന്ന് വൈകിട്ട് എന്താ നിങ്ങളുടെ പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. എന്നാ വൈകിട്ട് നമുക്കിന്ന് എൻ്റെ വീട്ടിൽ കൂടാം. ഞങ്ങളുടെ പരസ്പര സഹനത്തിന്റെ 30ാം വർഷമാണെന്ന്. യെസ്. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? അമലിനറിയാലോ, എനിക്ക് ഇത്തരം സെലിബ്രേഷൻസിലൊന്നും ഒരു താല്പര്യവും ഇല്ല. എല്ലാം വർഷയുടെ ഏർപ്പാടാ. ശരി സർ, ഐ ഡെഫിനറ്റ്ലി കം. ഓക്കെ, അപ്പോൾ വൈകിട്ട് അവളെ കാണാം. ഉണ്ടാവും. കം. अरे तुम्हारा इंतजार कर रहे थे हम. तुम कहाँ थे यार? അവിടെ ഉണ്ടായിരുന്നു. खाना अच्छा लगा? बहुत अच्छा. हाय. ओह मैम, आप वर्षा आइए ना. हाय. बैठिए. It's आराम से okay, it's okay. बैठिए. Sit यहाँ down, पर sit down. आइए. या. ओके ले. Yeah. Thank you. ഫൈസ, എന്ത് പറയുന്നു? ഡൽഹിയിൽ പുറത്തൊക്കെ പോയോ? പിന്നെ ഇവൾക്ക് ഇവിടെ ഒരു അടിപൊളി ലോക്കൽ ഗാർഡിയൻ ഉണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ ഓൾമോസ്റ്റ് മലയാളം റെസ്റ്റോറൻ്റ് ഒക്കെ ഞങ്ങൾ കവർ ചെയ്തു. ആരാ അത്? മാം, ഇവര് വെറുതെ തമാശ പറയുന്ന. ഒരുപാടൊന്നും പോയില്ല, ഇനിയും സമയമുണ്ടല്ലോ. ഫൈസ, മാം ഇവിടെ SBIയിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണ് കേട്ടോ. अच्छा मैम, हाउ इज बैंकिंग सेक्टर गोइंग ऑन? വെരി സ്ട്രോങ്. ഡിമോണിറ്റൈസേഷന് ശേഷം ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ്. ഇത്ര സ്ട്രോങ് ആയ സ്ഥിതിക്ക് എൻ്റെ ഒരു 5 ലക്ഷത്തിന് വിദ്യാഭ്യാസം ലോൺ ഉണ്ട്. അതൊന്ന് എഴുതി തള്ളി തരാൻ പറ്റുമോ? അല്ല, നിസ്സാര പൈസയല്ലേ ഉള്ളൂ. ഒന്നും ഉണ്ടായിരിക്കട അവിടെ. ഇവിടെ എല്ലാ ദിവസവും 8-10 കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ ലോൺ എഴുതിത്തള്ളാൻ പറ്റുന്നില്ല. പിന്നെയാണ് അവൻ്റെ 5 ലക്ഷത്തിൻ്റെ വിദ്യാഭ്യാസം. കടം എഴുതി തള്ളൽ അത്ര നല്ല എക്കണോമിക് പോളിസി അല്ല. അത് ശരിയാണ് കേട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ ഈ വജ്ര വ്യാപാരിയുടെ 9,000 കോടിയും എയർലൈൻ കമ്പനി മുതലാളിയുടെ 23,000 കോടിയും അങ്ങനെ കുത്തക മുതലാളികളുടെ ലക്ഷക്കണക്കിന് കോടികളൊക്കെ എഴുതിത്തള്ളാം. അത് വളരെ നല്ല എക്കണോമിക് പോളിസിയാണ്. രാജ്യം കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുകയാണ് മാം. റിസർവ് ബാങ്ക് മേധാവികൾ അവരുടെ തടി തപ്പി ഓടിക്കൊണ്ടിരിക്കുക. ഇതാണോ മാം പറഞ്ഞ സ്ട്രോങ് എക്കണോമിക് കണ്ടീഷൻ? CML, കാര്യങ്ങൾ പഠിക്കാതെ പറയരുത്. അതെ, എൻ്റെ കടം തീർക്കാനുള്ള കപ്പാസിറ്റി സർക്കാരിനില്ല. ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ്. അല്ല ശരി, പഠിച്ചത് വെച്ച് മാം പറ. സാറെപ്പോ വന്നായിരുന്നു ഇവിടെ? പൈസ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഇവര് തമ്മിൽ എപ്പോൾ കണ്ടാലും ഇത് തന്നെ. കഴിക്കേ. सच में 5 मिनट में हो जाएगा क्या? सुबह से कर अभी तक खत्म नहीं हुआ. ഞാൻ പോരെ. ടൈം लगेगा. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കലല്ല, ഒരു കലയാണ്. ശരി, കലാകാര. കുറച്ച് പെയിന്റ് ആയിട്ടാ. എങ്ങനെയുണ്ട്? It's really good. You can almost see the fire in his eyes, no? അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. യെസ്. പക്ഷെ ഇതൊക്കെ പിന്നെ ഇപ്പൊ എവിടെയേ പറ്റുള്ളൂ. അവിടെയൊക്കെ പ്രതിമകൾ പോലും മാറ്റി തുടങ്ങിയെന്നാ കേട്ടത്. അതിൻ്റെയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം തന്നെ ചിഹ്നിച്ചു തെറി പോയില്ലേ? ഇനി ഇദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നാലേ അവർക്ക് എന്തെങ്കിലും ഒരു ഹോപ്പുള്ളൂ. ശരി ശരി. അല്ല, നിങ്ങൾ നെഹ്റുവിൻ്റെ എക്കണോമിക് പോളിസിയൊക്കെ സാമ്രാജ്യത്വത്തിന് അടിയറവച്ചവരല്ലേ? പിന്നെന്താണ്? നെഹ്റു ജീവിച്ചിരുന്ന കാലത്തൊന്നും നിങ്ങൾ ഒരു മൈൻഡും ചെയ്തില്ല. ഇപ്പോഴാണെങ്കിൽ നെഹ്റുവിന് ഇല്ലാത്ത ഗുണങ്ങളില്ല അല്ലേ? ഇറ്റ്സ് ട്രൂ. അദ്ദേഹത്തിന്റെ എക്കണോമിക് പോളിസി ഇല്ലായിരുന്നെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാടിങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പിന്നെ ഒരു രീതിയിൽ ഈ തത്വധിഷ്ഠിത തള്ളലുകളൊക്കെ തുടരട്ടെ. പക്ഷെ ഒരു കാര്യം, നേതാവേ, ഈ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ ഉണ്ണിയാണ്ട ദാബ് അടയ്ക്കും. ये सब काफी अच्छा है.
How's it, Ali? Bushra, और तो काफी अच्छा है. ഹൈബി ഓ നിന്റെ മൂടൊന്നും ഓഫ് ചെയ്ത് വെക്കൂ. മൂട് ആ ശേ ഉള്ളിലെന്തെങ്കിലും ഇട്ടിട്ട് വരായിരുന്നു. അങ്ങോട്ട് മാറി വെക്കടാ. ഓട്ടിസ്റ്റിനെ ഒരു ഇടത്തെത്തി. ദാറ്റ്സ് നൈസ്. ഫൈസയ്ക്ക് അറിയാലോ, ഈടെ നമ്മുടെ നാടുമല്ല, വളരെ ഫ്രീഡമുള്ള ഒരു ക്യാമ്പസാണിത്. പക്ഷേ പലർക്കും പറ്റുന്ന അപകടം അവരുടെ കൂട്ടുകാരാണ്. പൈസ ഒന്നും വിചാരിക്കല്ലേ, ഇപ്പൊ പൈസയുടെ കൂടെയുള്ളവരാരും നമ്മുടെ വിശ്വാസത്തിന് പറ്റിയ ആൾക്കാരല്ല. അതെ, അവരൊക്കെ യഥാർത്ഥ ഭൗതിക നിർമ്മിതവാദികളാണ്. ക്ഷമിക്കണം, എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അതൊന്നും പെട്ടെന്നുണ്ടായതുമല്ല. അതുകൊണ്ട് തന്നെ അത് എവിടെ പോയാലും കൈമോശം വരും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ അവർ വിശ്വാസികളാണോ അല്ലേ എന്നുള്ളത് എൻ്റെ സൗഹൃദത്തിനൊരു തടസ്സമല്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. സൗഹൃദങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ ശ്രമിക്കണം അല്ലേ? ശരി എന്നാ, ഹാവ് എ ഗുഡ് ഡേ. हेलो हेलो तुलसा, कैसे? हेलो भैया, कैसे हैं? मैं तो अच्छा हूँ, तुम कैसी हो? ठीक है. और माँ कैसे है? माँ तो बहुत अच्छी है. अच्छा, तुम अभी हो कहाँ? हाँ, मैं अभी हॉस्टल में हूँ. अच्छा अच्छा, हॉस्टल. हाँ. पढ़ाई कैसी चल रही है? हाँ, पढ़ाई अच्छी चल रही है. अच्छा अच्छा. और खाना हो गया? हाँ, खाना तो हो गया. अच्छा, फैजा कहाँ है? भैया फैजा भी यही है मेरे साथ हॉस्टल में. तो फैजा को मेरी हेलो कहो ना. हाँ फैजा, भैया हाय बोल रहे हैं. ഹായ്. भैया हाय बोल रही है फैजा. अरे हाय से काम नहीं चलेगा, मेरी बात कराओ उससे. हाँ फैजा, ही वांट्स टू टॉक टू यू. एक मिनट भैया. हाँ. ഹായ് ഭയ്യ. हाउ आर यू? हाँ, आप कैसे हैं पूछ रही है. अच्छा हूँ अच्छा हूँ. और क्या चल रहा है? हम आपकी वेडिंग वी आर कमिंग, वी आर ऑल कमिंग. हाँ, आपकी शादी में हम लोग ये लोग सब लोग आने को बोल रहे हैं. अच्छा अच्छा, जरूर जरूर. ओके, टेक केयर, बाय. बाय बाय. ओके भैया, बाय. ओके बाय तुलसा, अपना ध्यान रखना. बाय. हाँ एवरीथिंग गुड एट होम? हाँ, सभी अच्छे हैं. माँ याद करती रहती है. हाँ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ പാട്ട്. ഇത് പാടുമ്പോൾ മുഹമ്മദ് റാഫിക്ക് വെറും 24 വയസ്സാണ് പ്രായം. അന്ന് ഈ പാട്ട് കേട്ട് ജവഹർലാൽ നെഹ്റു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സർ, നമ്മളിപ്പോൾ പോകുന്നത് ജാമിയ മിലിയയിലേക്കല്ലേ? യെസ് യെസ്, വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ ജാമിയ മിലിയ. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ചില മുസ്ലിം പണ്ഡിതന്മാരെ കയ്യിലെടുത്തു. സമുദായത്തിന് കൊളോണിയൽ വിദ്യാഭ്യാസം നൽകാനാണെന്ന് പറഞ്ഞ് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായി ഫത്വ ഇറക്കാൻ പറഞ്ഞു. സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ചിലർ അവരുടെ ആ കെണിയിൽ വീണു. സർ, സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു നവോത്ഥാന നായകനായിട്ടല്ലേ അറിയപ്പെടുന്നത്? അതെ, ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാലേ സമുദായത്തെ സഹായിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കരുതി.